Dears, welcome back to Arcanex. So, +2 കെമിസ്ട്രിയിൽ നിന്നും മോഡൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന 1 മാർക്ക് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. പെട്ടെന്ന് നോക്കാൻ സമയമില്ല. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. ലാന്തനോയിഡുകൾ സാധാരണയായിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി +4 കാണിക്കുന്ന ആൾക്കാരെ ചോദിക്കാറുണ്ട്. സീറിയം ആണ് +4 കാണിക്കുന്നത്. ട്രാൻസിഷൻ എലമെന്റുകൾ ആണെങ്കിൽ +2 ആണ് അവരുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്ത ചോദ്യം. Yes. CONH3,5NO2Cl2. NO2 is an ambidundate ligand. Select the isomerism exhibited by this complex. അതായത് ഒരു കോംപ്ലക്സിൽ ആംബിഡണ്ടേറ്റ് ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമെറിസം ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ഐസോമെറിസം? NO2 ആംബിഡണ്ടേറ്റ് ലിഗാൻഡ് ഉള്ള കോംപ്ലക്സുകൾ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമെറിസം ആണ് ലിങ്കേജ് ഓർ ലിഗാൻഡ് ഐസോമെറിസം. യെസ്, ഓക്കേ. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്രിക് ആസിഡ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ആൽക്കഹോളിന്റെ ചാപ്റ്ററിലെ ചോദ്യമാണ്. പിക്രിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് 2,4,6 ട്രൈനൈട്രോഫിനോൾ ആണ്. അപ്പൊ ഇതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെയും നാലാമത്തെയും ആറാമത്തെയും പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വരുന്ന 2,4,6 ട്രൈനൈട്രോഫിനോൾ. അടുത്ത ചോദ്യം. RCOCl H2 RCHO ഒന്നും ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. COCl CHO ആയി മാറുന്ന റിയാക്ഷൻ. COCl എന്നുള്ള ഗ്രൂപ്പ് CHO ആയി മാറുന്ന റിയാക്ഷൻ ഏത് എന്നുള്ള പലേഡിയം ബേരിയം സൾഫേറ്റ്. ഇത് കണ്ടാൽ ഓർമ്മിച്ചോ, ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റോസൻമട്സ് റിഡക്ഷൻ. എന്താ പറ? റോസൻമട്സ് റിഡക്ഷൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാരിറ്റി. ആണ്. യെസ്, ആർ എന്ന് മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. മൊളാലിറ്റി മാസ് പെർസെന്റേജ് ഒന്നും മോൾ ഫ്രാക്ഷനും ഒന്നും എന്തല്ല, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണെന്ന്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The potential assigned to a standard hydrogen electrode at all temperature. Standard hydrogen electrode ന്റെ ഏത് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത്? എത്ര? 0 വോൾട്ട്. Yes, 0 വോൾട്ട് ആണ്. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഹാവിംഗ് റേറ്റ് കോൺസ്റ്റന്റ് K. റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ് നോക്കിയിട്ടാണ് ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ് ആണ് സെക്കൻഡ് ഇൻവേഴ്സ്. 0 ഓർഡർ ആണെങ്കിൽ മോൾ L⁻⁻1 S⁻⁻1 ആണ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മോൾ L⁻⁻1 S⁻⁻1 ആയിരിക്കും റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ്. അടുത്ത ചോദ്യം. Which of the following is a didundate ligand or bidundate ligand? ഏതാണ് തന്നിരിക്കുന്നതിൽ ബൈഡണ്ടേറ്റ് അല്ലെങ്കിൽ ഡൈഡണ്ടേറ്റ് ലിഗാൻഡ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്സലേറ്റോ C2O4 2- അല്ലേ? ഓക്സലേറ്റോ is an bidundate ligand. Yes. അടുത്ത ചോദ്യം ഇതാണ്. Name the poisonous gas formed when chloroform is slowly oxidized by air in presence of light. ക്ലോറോഫോമിന് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ് അല്ലെ? എന്താണ്? വളരെ സ്ലോ ആയിട്ട് ക്ലോറോഫോമിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പോസ്റ്റിൻ അഥവാ കാർബോണൈൽ ക്ലോറൈഡ്, ഹൈലി പോയ്സണസ് ഗ്യാസ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. N-1 D 1 to 10. അതായത് N-1 ഡിയില് 1 മുതൽ 10 വരെ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും. അതേപോലെ NS-ല് 0 to 2 എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ അതിനൊരു മാർക്ക് കിട്ടും. 1 to 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 0 to 2 ഓക്കെയാണ്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ CONH3,6Cl2. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്നുള്ളതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോംപ്ലക്സിൽ ബ്രാക്കറ്റിന് പുറത്ത് 2 ക്ലോറിനാണ്, 2 മൈനസ്. സോ എന്തായിരിക്കും? +2 ആയിരിക്കും അല്ലെ? NH3 ന്യൂട്രൽ ആണ്. അപ്പൊ 0 ആണ് വരുന്നത്. അപ്പൊ കൊബാൾട്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽക്കോളിലേക്ക് A എന്ന് പറഞ്ഞ റിയേജന്റ് എടുത്തപ്പോ ആൽക്കൈൽ ക്ലോറൈഡ് പ്ലസ് POCl3 പ്ലസ് HCl ബൈ പ്രൊഡക്റ്റുകൾ നോക്കുക. POCl3 HCl ആണ് ബൈ പ്രൊഡക്റ്റ്. അപ്പൊ A എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? PCl5 ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് അസിഡിക് ആൽക്കഹോൾ എമംഗ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ അസിഡിറ്റി ഏറ്റവും കൂടിയ ആൽക്കഹോൾ ഏതാണെന്നാണ് ചോദ്യം. അസിഡിറ്റി ഏറ്റവും കൂടിയ ആൽക്കഹോൾ ഏതാണ്? മെത്തനോൾ ആയിരിക്കും. കാരണം +IF ഏറ്റവും കുറവ്. മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം ഏറ്റവും കുറവുള്ളത് എന്താ? മെത്തനോൾ ആണ്. സോ +IF ഏറ്റവും കുറവ് ഏതിലാ? മെത്തനോൾ. pKa വാല്യൂവിന്റെ ബേസിൽ മെത്തനോൾ ആണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ acidic. Draw the structure of 4-nitrobenzaldehyde. അപ്പൊ 4-nitrobenzaldehyde ന്റെ സ്ട്രക്ചർ വരയ്ക്കണം. ഇതാണ് ബെൻസീൻ, അതിൽ CHO ഗ്രൂപ്പ് വന്നുള്ളത് ബെൻസാൽഡിഹൈഡ് ആയി.
ആൻഡ് 1 2 3 4 നാലാമത്തെ കാർബണിൽ നൈട്രോ ഗ്രൂപ്പ് 4 നൈട്രോ ബെൻസാൽഡിഹൈഡ്. നെക്സ്റ്റ് ദിസ് 4 നൈട്രോ ബെൻസാൽഡിഹൈഡ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. യെസ് ബൈ. ബൈ.